ഹായ്, നമ്മളെ ഉച്ചയ്ക്ക് ഒരു സ്ഥലത്ത് മുനുസ് പറഞ്ഞിട്ടൊരിടത്ത് നമ്മൾ ബിരിയാണി കഴിക്കാൻ വന്നേക്കാണ്. അത് വേറെ ഒന്നുമല്ല, ബിരിയാണി സ്റ്റോറ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പറയാം ഇവിടുത്തെ ബിരിയാണി എങ്ങനെയുണ്ട് എന്തെല്ലാം കറക്റ്റായിട്ട് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ബിരിയാണി സ്റ്റോറിൽ ഇറങ്ങി. നമ്മൾ ആ വഴി കൂടെ ചെറിയൊരു വഴിയാണ്, പക്ഷെ വലിയ വണ്ടി ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. പക്ഷെ എന്നാലും അകത്തോട്ട് കയറുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് ആൾക്കാർക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പുതിയൊരു അതിനകത്തേനും പുതിയൊരു വലിയൊരു കെട്ടിടം പോലെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്ത് പറയാനായിട്ട് തൊട്ടടുത്തൊരു നല്ലൊരു കുളമുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയൊക്കെ കാണാൻ എനിക്ക് ആ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ ബിരിയാണി കഴിച്ചതിലേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 3 ഷോപ്പുണ്ട്. അതിൽ ഇതിപ്പോൾ നമ്പർ 1ൽ നിൽക്കുന്നത്. പിന്നെ എനിക്ക് ബിരിയാണി ഹട്ടിലെ ബിരിയാണി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു ആ ബിരിയാണിക്ക്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കോഴിക്കോട് പോകുന്ന വഴിക്ക് നമ്മുടെ ആ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവിടെ ഒരു സ്ഥലമുണ്ട്. അതും എനിക്കിഷ്ടം. പക്ഷെ ഞാൻ കഴിച്ചത് മട്ടൻ ബിരിയാണി കേട്ടോ. സൂപ്പറാണ്, ഭയങ്കര സ്മെല്ലാണ്. കാരണം നല്ല മണം എന്ന് പറയാൻ പറ്റത്തില്ല. ബിരിയാണി എന്ന് വെച്ചാൽ അടുത്ത് വരുമ്പോഴേ നമുക്ക് അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഭയങ്കര കൊതി ഇങ്ങനെ വരും. അങ്ങനെ ഞാൻ മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിവേ, നിങ്ങളെല്ലാവരും എറണാകുളത്ത് എപ്പോഴെങ്കിലും വരുന്നെങ്കിൽ ഇവിടെ പോയി ബിരിയാണി കഴിക്കണം. ഇത് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ബിരിയാണി സ്റ്റോർ കിട്ടും. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചവിടെ നിന്ന് ഇറങ്ങി. അടിപൊളി ബിരിയാണിയാണ്. കാരണം ബിരിയാണി സ്റ്റോർ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. കല്ലൂരാണ്. അന്നേരം നമ്മുടെ എറണാകുളത്തുള്ളവർക്കൊക്കെ നല്ല അടിപൊളി ഒരു ബിരിയാണി കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. അത്യാവശ്യം എന്താ പറയുക, മട്ടനായാലും ചിക്കനായാലും നോർമൽ റേറ്റേ ഉള്ളൂ. അപ്പം ഇത് എടുത്ത് പറയുകയാണ് ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ്. ഭയങ്കര വൃത്തിയുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. പക്ഷെ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചൊക്കെ നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാം. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പം എറണാകുളത്ത് വരുന്നവർക്കാണെങ്കിൽ നമ്മൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി, തീർച്ചയായിട്ടും വരാൻ പറ്റും. കയറുമ്പോൾ വഴിയിൽ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിലും പ്രോബ്ലം ഇല്ല. അകത്തോട്ട് കയറുമ്പോൾ അതിവിശാലമായ ഒരു ഷോറൂമാണ്. സൂപ്പറാണ്, ഭയങ്കര പ്രകൃതി ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക, ബിരിയാണി കഴിക്കുക. സൂപ്പർ 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 സൂപ്പർ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.